കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഗുരുനാഥൻ കൂടിയായ സലീമേട്ടന് 1 കോടി രൂപയുടെ ഒരു സ്മാരകം പണിയും എന്ന് പറഞ്ഞു. ഈ ഗുരുവിന് തിരുപ്പതിയായി. പലർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ഈ സ്മാരകം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പ്രതിമ എന്നുള്ള രീതിയിലാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യകത എന്തെന്ന് പലരും ചോദിക്കുന്നു. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പൊത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കുമെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ കഴിയും. വളരെ നല്ലൊരു കാര്യമാണല്ലേ. എന്ത് സംശയം. അതിനെക്കുറിച്ച് ഇനിയും നമ്മുടെ തന്നെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു നിങ്ങൾ പുറത്തിറങ്ങി കാണിച്ചു കൂട്ടിയാനൊക്കെ ഞങ്ങൾ ഇവിടെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത. എന്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല.